ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. ഇന്ന് നമുക്ക് ഭഗവത്ഗീതയുടെ ഒരു രൂപരേഖ, ഒരു റോഡ് മാപ്പ് കാണാം. ഭഗവത്ഗീതയെ ഒരു ഗുരു ശിഷ്യന് നൽകുന്ന ഒരു ഉപദേശമായി മാത്രം കാണരുത്. ഇത് വെറും കുറെ ആശയങ്ങളുടെയോ ഉപദേശങ്ങളുടെയോ ഒരു സമാഹാരമല്ല, ഒരു സ്ട്രേ അഡ്വൈസ് അല്ല ഇത്. മറിച്ച് വളരെ കൃത്യമായി ചിട്ടപ്പെടുത്തിയ, വളരെ സൂക്ഷ്മമായി ക്രമീകരിച്ച ഗൗരവമേറിയ ഒരു പഠന വിഷയമാണ് ഇത്. മോക്ഷശാസ്ത്രമാണ്. ഗീതയിൽ 18 അധ്യായമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവയെ യോഗം എന്നാണ് പറയുന്നത്. ഓരോ അധ്യായത്തിനും ഒരു യോഗം എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. അർജുന വിഷാദ യോഗം, സാഖ്യയോഗം, കർമ്മയോഗം, ഇങ്ങനെ ഓരോ പേരിലാണ് ഓരോ അധ്യായങ്ങളും. ഇവിടെ ഈ അധ്യായത്തിന്റെ പേരിലുള്ള യോഗം എന്ന വാക്കിന് നാം സാധാരണയായി എടുക്കുന്ന ഒരു സാധന അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിൽ എത്താനുള്ള മാർഗം എന്ന് അർത്ഥം എടുക്കാൻ പാടില്ല. അഷ്ടാംഗയോഗം, കർമ്മയോഗം, ധ്യാനയോഗം എന്നിങ്ങനെയൊക്കെ ഓരോ യോഗങ്ങളുണ്ടല്ലോ. അതുപോലെയുള്ള ഒരു യോഗമല്ല ഇവിടെ യോഗം എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത്. ഇവിടെ യോഗം എന്നാൽ ആ അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം എന്നാണ് അർത്ഥം. അതായത് അർജുന വിഷാദ യോഗം എന്നാൽ അർജുനന്റെ ദുഃഖത്തെക്കുറിച്ച്, വിഷാദത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം എന്നാണ് അർത്ഥം. സാഖ്യയോഗം എന്നാൽ സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ സാഖ്യം അല്ലെങ്കിൽ ജ്ഞാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. അതുപോലെ തന്നെ ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ ഭക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. ഈ അധ്യായങ്ങളൊന്നും വെറുതെ തോന്നിയതുപോലെ പറഞ്ഞിരിക്കുന്നതല്ല. കൃഷ്ണൻ ഓരോ വിഷയവും ഒരു പ്രത്യേക ക്രമത്തിലാണ് അർജുനന് ഉപദേശിക്കുന്നത്. ഓരോ വളരെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരുന്നതാണ് ആ ടീച്ചിങ്. അവയൊന്നും ഇപ്പോൾ അത് വരുന്ന ആ സ്ഥാനത്തിന് മുമ്പോ അതിന് ശേഷമോ വന്നാൽ പറ്റില്ല. അതിന്റെ ആ ക്രമം ശരിയാവില്ല. അപ്പം എന്താണ് ഈ ക്രമം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഓരോ അധ്യായങ്ങളും അതാതിന്റെ സ്ഥലത്ത് വന്നിരിക്കുന്നതെന്ന് ഒന്ന് ചിന്തിക്കാം നമുക്ക്. ഇനി സാധനകളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ 2-ാം അധ്യായത്തിലെ ജ്ഞാനയോഗത്തിന് ശേഷം കർമ്മയോഗമാണ് വരേണ്ടത്. അത് ശരിയാണ്. 3-ാം അധ്യായത്തിൽ കർമ്മയോഗം തന്നെയാണ് വന്നതും. എന്നാൽ 4-ാം അധ്യായം ജ്ഞാനയോഗം വീണ്ടും വരുന്നുണ്ട്. 5-ാം അധ്യായം സന്യാസമാണ് വരുന്നത്. 6-ാം അധ്യായത്തില് ധ്യാനയോഗത്തിന് മുമ്പാണ് പിന്നെ സന്യാസം വന്നത്. 12-ാം അധ്യായത്തില് ഭക്തിയോഗം വരുന്നത്. ഈ ഭക്തിയെ കുറിച്ച് പറയാൻ എന്തുകൊണ്ട് ഈ 12-ാം അധ്യായം വരെ വെയിറ്റ് ചെയ്തത്? അതുകൂടാതെ ഗുണത്രയ വിഭാഗയോഗം, ദൈവാസുര സമ്പദ് വിഭാഗയോഗം, ശ്രദ്ധാത്രയ വിഭാഗയോഗം എന്നിങ്ങനെ പല അധ്യായങ്ങളുമുണ്ട്. എന്താണ് ഇതിലൊക്കെ പറയുന്നത്? എന്തിനാണ് ഇതൊക്കെ ഈ ഭഗവത്ഗീതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അതുപോലെ തന്നെ ഈ അധ്യായങ്ങൾ എങ്ങനെയാണ് ഇത് ഈ ക്രമീകരിച്ചിരിക്കുന്നത്? എന്താണ് ഈ ഓർഡർ? ഓരോ അധ്യായത്തിലും മുഖ്യമായിട്ട് എന്താണ് പറയുന്നത്? ഇതൊക്കെ നമുക്കൊന്ന് ചുരുക്കമായിട്ടൊന്ന് നോക്കാം. നമ്മളിവിടെ ഓരോ അധ്യായത്തിന്റെയും സംഗ്രഹമൊന്നും പറയുന്നില്ല, മറിച്ച് ഓരോ അധ്യായത്തിലും എന്താണ്, എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അതുപോലെ ആ അധ്യായത്തിന് ഇതിനു മുമ്പ് പറഞ്ഞതുമായിട്ട് എന്താണ് ബന്ധം, എങ്ങനെയാണ് ഈ സീക്വൻസിൽ അത് എവിടെയാണ് ഫിറ്റ് ആകുന്നത്, ഇത്ര മാത്രമേ നമ്മളിപ്പോൾ നോക്കുന്നുള്ളൂ. അധ്യായം 1 അർജുന വിഷാദ യോഗം എല്ലാവർക്കും അറിയാം. 1-ാം അധ്യായത്തില് അർജുനന്റെ വിഷാദമാണ് സബ്ജക്റ്റ്. ഗീതയുടെ പശ്ചാത്തലമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അർജുനന്റെ വിഷാദത്തെ അവതരിപ്പിക്കുകയാണ്. എന്നാൽ 1-ാം അധ്യായത്തിൽ ഇത് മാത്രമേ ഉള്ളൂ. അർജുനന് ദുഃഖം വന്നു എന്നതുകൊണ്ട് മാത്രമാണോ ഭഗവാൻ ഗീത ഉപദേശിച്ചത്? അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്താണ് ഗീത എന്ന് ആദ്യം അറിയണം. ഗീതയെ ഒരു ഈശ്വരൻ ജീവന് നൽകുന്ന ഒരു ഉപദേശമായിട്ടോ അല്ലെങ്കിൽ ഒരു ഗുരു ശിഷ്യന് നൽകുന്ന ഒരു നിർദ്ദേശമായിട്ടോ 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഭാഷണമായിട്ടോ മാത്രം എടുക്കരുത്. ഇത് ഒരു യൂണിവേഴ്സൽ സൊല്യൂഷൻ ടു എ യൂണിവേഴ്സൽ പ്രോബ്ലം ആണ്. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് യൂണിവേഴ്സൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ? എന്താണ് യൂണിവേഴ്സൽ സൊല്യൂഷൻ?
യൂണിവേഴ്സൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തിലോ ഏത് മതത്തിലോ ഏത് കാലഘട്ടത്തിലോ ജീവിച്ചിരിക്കുന്ന ഏത് തരത്തിലുള്ള മനുഷ്യർക്കും, അത് ആണായാലും പെണ്ണായാലും ധനികനായാലും ദരിദ്രനായാലും വലിയ പവർഫുൾ ആയിട്ടുള്ള ആളാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ വരുന്ന പ്രശ്നമാണ്. അതാണ് യൂണിവേഴ്സൽ പ്രോബ്ലം. അതിനുള്ള എല്ലാവർക്കും പറ്റുന്ന ഏക പരിഹാരമാണ് സാർവത്രിക പരിഹാരം, അതായത് യൂണിവേഴ്സൽ സൊല്യൂഷൻ. ഇത് ഫൈനലും അൾട്ടിമേറ്റും ആയ സൊല്യൂഷൻ ആയിരിക്കും. ഇനി എന്താണ് ഈ പ്രശ്നം? എല്ലാ മനുഷ്യരുടെയും പരമമായ ആഗ്രഹം എപ്പോഴും സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക എന്നുള്ളതാണ്. ഇതിന് വിപരീതമായിട്ട് വരുന്നത് എന്തും അയാളുടെ പ്രശ്നമാണ്. സുഖത്തിന് വിപരീതമായ ഒന്നാണ് ദുഃഖം, അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന വേദനകൾ. എന്ത് വേദന വരികയാണെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം വേദനയായിട്ട് അനുഭവപ്പെടുന്ന മനസ്സിലാണ്. അതായത് നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും ആശാഭംഗങ്ങളും അസൂയയും ഇതെല്ലാം നമ്മുടെ മനസ്സിലുള്ള ദുഃഖത്തിലേക്കാണ് വരുന്നത്. ഇതാണ് മനുഷ്യന്റെ പ്രശ്നം. അല്ലെങ്കിൽ രാഗം, ശോകം, മോഹം, ഇത് മൂന്നുമാണ് മനുഷ്യന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രശ്നം. അതാണ് യൂണിവേഴ്സൽ പ്രോബ്ലം. ഇനി യൂണിവേഴ്സൽ സൊല്യൂഷൻ അത് ഫലപ്രദമാകണമെങ്കിൽ ആദ്യമായി ഒരാൾ തനിക്കൊരു പ്രോബ്ലം ഉണ്ട് എന്ന് തിരിച്ചറിയണം. അതുവരെ ഒരു പരിഹാരവും ഫലിക്കില്ല. തനിക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് ആർക്കും തോന്നിയില്ലെങ്കിൽ പിന്നെ അയാളോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ആദ്യത്തെ റിക്വയർമെന്റ് അയാൾക്കത് തിരിച്ചറിയണം. രണ്ടാമതായിട്ട് എനിക്ക് സ്വയം ഇത് പരിഹരിക്കാൻ പറ്റില്ല, എനിക്കൊരാളുടെ സഹായം വേണം എന്ന് തിരിച്ചറിയണം. മൂന്നാമതായിട്ട് അത് സൊല്യൂഷന് തരാൻ പറ്റിയ ഒരാളെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തണം. അതിന് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ആ ആളെ വിശ്വസിക്കുകയും അയാൾക്ക് സ്വയം സറണ്ടർ ചെയ്യുകയും അയാൾ പറയുന്നത് കേൾക്കുകയും വേണം. ഒരു ഉദാഹരണത്തിൽ കൂടെ ഇത് നോക്കാം. ഇപ്പോൾ എല്ലാവരും സമയം കളയുന്ന ടെലിഫോൺ നോക്കിക്കൊണ്ടാണല്ലോ, സെൽഫോൺ നോക്കിക്കൊണ്ടാണ്. പണ്ടൊക്കെ ആണെങ്കിൽ പേപ്പർ വായിക്കുകയായിരുന്നു പതിവ്. അപ്പോൾ ഫോൺ നോക്കുമ്പോഴോ അല്ലെങ്കിൽ വായിക്കുമ്പോഴോ കാഴ്ചക്ക് മങ്ങല് തോന്നുന്നു എന്ന് വിചാരിക്കുക. ആദ്യം നമ്മൾ വിചാരിക്കും, ഇത് വെളിച്ചം കുറഞ്ഞിട്ടായിരിക്കും, കുറച്ചുകൂടെ വെളിച്ചമുള്ള സ്ഥലത്ത് പോയിരുന്ന് നോക്കും. അല്ലെങ്കിൽ പേപ്പറോ ഫോണോ അടുത്തേക്ക് പിടിച്ചു നോക്കും. അതൊക്കെ കുറച്ചുകൂടെ സൂമിൻ ചെയ്ത് വലുതാക്കിയിട്ടൊക്കെ വായിക്കാൻ നോക്കും. പക്ഷെ എന്നാലും ശരിയാവുന്നില്ല. പിന്നെ അവസാനം കണ്ണൊക്കെ ക്ലീൻ ചെയ്യും, കണ്ണടയൊക്കെ തുടച്ച് വീണ്ടും കുറെ നാൾ കൂടെ നോക്കും. അതിനുശേഷം മനസ്സിലാകും നല്ല കണ്ണിന് കാഴ്ച കുറയുകയാണ്. പക്ഷെ എന്നാലും ഉടനെയൊന്നും അയാൾ വേറെ ഡോക്ടറെ അടുത്തൊന്നും പോയില്ല. പോയി ഫാർമസിയിൽ പോയി എന്തെങ്കിലും ഐ ഡ്രോപ്സും കുറച്ച് ഇളനീർ കുഴമ്പോ അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നൊക്കെ പരട്ടും, സ്വയം ചികിത്സിക്കാൻ നോക്കും. അവസാനം മനസ്സിലാവും പറ്റില്ല, ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണണം. അപ്പൊ സെർച്ച് ചെയ്യുകയായി, ഇന്റർനെറ്റിൽ നോക്കും, അടുത്തെങ്ങാനും വല്ല ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ട റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിക്കും ആരാണ് നല്ല ഡോക്ടർ. അവസാനം ഒരു ഡോക്ടറെ തിരഞ്ഞെടുത്ത് അയാളുടെ അടുത്ത് പോകും. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കാറ്ററാക്റ്റ് ആണ്, ഓപ്പറേഷൻ വേണം, പക്ഷെ അതിനു മുമ്പ് കുറച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്യണം, ബ്ലഡിന്റെയും ഷുഗറും ഇതും കൊളസ്ട്രോളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഇയാൾ വിചാരിക്കും, ഇയാൾ ഡോക്ടർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ ആവശ്യമില്ലാത്ത ടെസ്റ്റ് ഒക്കെ എഴുതി തരികയാണ് എന്ന് വിചാരിച്ചൊന്നും ചെയ്യാതിരുന്നാൽ അയാൾക്ക് ചികിത്സ കിട്ടില്ല. അവസാനം അയാൾ ഡോക്ടറെ വിശ്വസിച്ച് ഡോക്ടർക്ക് മുമ്പിൽ സറണ്ടർ ചെയ്ത് അയാൾക്ക് ചികിത്സ കിട്ടും, പ്രശ്നം മാറുകയും ചെയ്യും. ഇത് തന്നെയാണ് ഇവിടെയും ഭഗവത്ഗീതയിലും സംഭവിക്കുന്നത്. 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകം വരെയുമായി അർജുനന്റെ ദുഃഖവും അർജുനൻ ആ പ്രശ്നത്തെ തിരിച്ചറിയുന്നതും അവസാനം തനിക്ക് സഹായം വേണമെന്ന് മനസ്സിലാക്കി കൃഷ്ണനെ ഗുരുവായി തിരഞ്ഞെടുക്കുന്നതും ആണ് ആ ഇതുവരെയുള്ള, അതായത് 2-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകം വരെയുള്ള വിഷയം. കാരണം അവസാനം കൃഷ്ണന്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാർപ്പണ്യദോഷോ ബഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്ചേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം സാധി മാം ത്വാം പ്രപന്നം. ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, എന്നെ പഠിപ്പിച്ചാലും എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്യുന്നത് വഴിയാണ്
ആദ്യത്തെ പാർട്ട്. ഇനി രണ്ടാം അധ്യായം സാഖ്യയോഗം തുടങ്ങുകയാണ്. രണ്ടാം അധ്യായത്തെ ഗീതയുടെ സംഗ്രഹം എന്ന് പറയാം, ഒരു സമ്മറിയാണ്. ഏതൊരു നല്ല പ്രസന്റേഷനും അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ന്യൂസൊക്കെ വായിക്കുകയാണെങ്കിൽ പോലും ആദ്യമായി പ്രധാന വിഷയം പറയും, പ്രധാന തലക്കെട്ട് ഒക്കെ ആദ്യം പറയും, പിന്നീട് വാർത്തകൾ വിശദമായി, അതും പറഞ്ഞതിന് ശേഷം വീണ്ടും ചുരുക്കി പറഞ്ഞ് അതിന്റെ സംഗ്രഹമായിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടാണ് ഏത് പ്രസന്റേഷനും അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഭഗവത്ഗീതയുടെ മുഴുവൻ ടീച്ചിങ്ങും ചുരുക്കി സംക്ഷിപ്തമായി ഈ രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അതൊരു കംപ്ലീറ്റ് ടീച്ചിങ് ആണ് താനും. രണ്ടാം അധ്യായത്തിലെ 11-ാം ശ്ലോകം മുതലാണ് കൃഷ്ണൻ തന്റെ ഉപദേശം ആരംഭിക്കുന്നത്. അതിനെ ചുരുക്കത്തിൽ പണ്ഡിതാഹ ന അനുശോചന്തി, പണ്ഡിതന്മാർ അല്ലെങ്കിൽ ജ്ഞാനികൾ, വിവരമുള്ളവർ ദുഃഖിക്കുന്നില്ല. നത്വം ശോചിതും അർഹസി, നിനക്കും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. എന്നിങ്ങനെ 2 വാചകത്തിൽ ഭഗവത്ഗീതയുടെ ടീച്ചിങ് മുഴുവൻ നമുക്ക് ഒതുക്കാം. അതായത് വിവേകവും പക്വതയുമുള്ള പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല. അർജുന, നീയും ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, നീ നിന്റെ ജോലി ചെയ്താൽ മാത്രം മതി. ഈ 2 ഉപദേശങ്ങളെ ബാക്കിയുള്ള 16 അധ്യായങ്ങളിൽ വിശദമാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാം അധ്യായത്തിലും ബാക്കിയുള്ള ശ്ലോകങ്ങളിൽ കൂടെ ഇത് പൂർണ്ണമായും വിശദമാക്കി കൊടുക്കുകയാണ്. ഏത് വിഷയം പഠിപ്പിക്കുകയാണെങ്കിലും ഒരു നല്ല ഗുരു ശിഷ്യന് 3 രീതി ഉപയോഗിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. ആദ്യം അതിന്റെ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി പഠിപ്പിക്കും, പിന്നീട് അത് ലോജിക് ഉപയോഗിച്ച് തെളിയിക്കും, പ്രൂവ് ചെയ്യും, അവസാനം അത് മനസ്സിൽ ഉറക്കാൻ വേണ്ടി പ്രാക്ടിക്കലായിട്ടുള്ള ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കും. കൃഷ്ണനും അതുപോലെ തന്നെ ഇവിടെ ശ്രുതി, യുക്തി, അനുഭവം എന്നിവയുടെ വെളിച്ചത്തിൽ ഒരു വിഷമഘട്ടത്തിൽ തളർന്നു പോകാതെ തന്റെ കർമ്മം എങ്ങനെ നന്നായി നിർവഹിക്കണം എന്ന് അർജുനന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഈ ഉപദേശം മുഴുവൻ പൂർത്തിയാക്കിയതിനു ശേഷം കൃഷ്ണൻ താൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഇനി അർജുനന്റെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് യുദ്ധം ചെയ്തുകൊള്ളും എന്ന് കരുതി ഒരു ദീർഘനിശ്വാസം വിട്ട് ഒന്ന് ഇരുന്നു. പക്ഷേ നമ്മെ എല്ലാവരെയും പോലെ തന്നെ അർജുൻ ഇവിടെ ആശയക്കുഴപ്പത്തിലാവുകയാണ് ചെയ്തത്. അവൻ വലിയൊരു സംശയം ഉന്നയിച്ചുകൊണ്ടാണ് അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നത്. അതിന്റെ ഫലമാണ് 3-ാമത്തെ അധ്യായം. ഈ ഒരു ചോദ്യം ചോദിച്ചില്ലായിരുന്നെങ്കിൽ, അർജുനന്റെ എല്ലാം മനസ്സിലാക്കുകയായിരുന്നെങ്കിൽ ഭഗവത്ഗീത 2-ാം അധ്യായം കൊണ്ട് അവസാനിച്ചേനെ. പക്ഷേ അർജുനൻ ചോദിച്ചു. 2-ാം അധ്യായത്തിൽ ദുഃഖത്തിനുള്ള ഏക പരിഹാരം ജ്ഞാനം മാത്രമാണെന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. അർജുനൻ ആഗ്രഹിച്ചതും ശ്രേയസ് അഥവാ മോക്ഷമായിരുന്നു. അത് ലഭിക്കാൻ ജ്ഞാനമാണ് വേണ്ടതെന്നും കർമ്മം കൊണ്ട് പ്രയോജനമില്ലെന്നുമാണ് 2-ാം അധ്യായത്തിൽ നിന്ന് അർജുനൻ മനസ്സിലാക്കിയത്. എന്നാൽ കൃഷ്ണൻ പറഞ്ഞതെന്താണ്? യോഗസ്ഥ ഒരു കർമാണി, യോഗത്തിൽ ഉറച്ചു നിന്ന്, കർമ്മയോഗത്തിൽ അടിയുറച്ചു നിന്ന് നീ നിന്റെ കർമ്മം ചെയ്യുക എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. ജ്ഞാനമാണ് വേണ്ടത് എന്ന് പറഞ്ഞു, അതുകൊണ്ട് കർമ്മം ചെയ്യാനും പറഞ്ഞു. ഇത് അർജുനനെ കൺഫ്യൂഷനാക്കി. ഇതാണ് 3-ാം അധ്യായത്തില് ആദ്യമേ അർജുനൻ ചോദിക്കുന്നത്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഹേ അർജുന, നിന്റെ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം ജ്ഞാനത്തിലൂടെയേ സാധ്യമാവുള്ളൂ. എന്നാൽ ആ ജ്ഞാനം ലഭിക്കണമെങ്കിൽ ഒരു മാനസിക ശുദ്ധി, അന്ധകരണ ശുദ്ധിയും ഒരു സ്റ്റെബിലൈസ്ഡ് മൈൻഡും കുറച്ച് മെച്യൂരിറ്റിയും ഒക്കെ ഉണ്ടാവണം. രാജസികമായ ഒരു മനസ്സിനെ സാത്വികമായ മനസ്സിലേക്ക് മാറ്റണം, എന്നാലേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. ഒരു പക്വതയില്ലാതെ സന്യാസം സ്വീകരിച്ച് കർമ്മങ്ങളിൽ നിന്ന് ഓടി കളിക്കാൻ ശ്രമിച്ചാൽ മനസ്സ് ശാന്തമാവില്ല, ഒരു ഉപദേശവും ഉള്ളിലേക്ക് കടക്കുകയുമില്ല എന്ന് പറഞ്ഞിട്ട് കർമ്മം ചെയ്യേണ്ടതിന്റെ വിവിധ വശങ്ങളും അതിന്റെ കാരണങ്ങളും എല്ലാം വിവരിച്ച് കർമ്മയോഗത്തെ വിശദമാക്കി പറഞ്ഞു കൊടുക്കും കൃഷ്ണൻ. പക്ഷെ അർജുനൻ ഒരു ഭാവഭേദവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 4-ാമത്തെ അധ്യായത്തിൽ കർമ്മയോഗവും കർമ്മസന്യാസം അല്ലെങ്കിൽ കർമ്മങ്ങൾ വെറുതെ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം കൃഷ്ണൻ വീണ്ടും തുടർന്ന് വിവരിക്കുന്നു. അതാണ് ജ്ഞാനകർമ്മ സന്യാസ യോഗം. ആത്മസ്വരൂപത്തിൽ താൻ ഒരു കർത്താവല്ല എന്ന ജ്ഞാനം നേടുന്നതിലൂടെ മാത്രമേ കർമ്മങ്ങളെ യഥാർത്ഥത്തിൽ ത്യജിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ
ചെയ്യുന്ന കർമ്മങ്ങളുടെ പുണ്യപാപങ്ങൾ തന്നെ ബാധിക്കില്ലെന്നും കൃഷ്ണൻ വിശദീകരിച്ചു. ഈ ജ്ഞാനം എങ്ങനെ നേടാം എന്നും അതിനുള്ള വിവിധ യജ്ഞങ്ങളെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം കൃഷ്ണൻ പറഞ്ഞു, ജ്ഞാനമാണ് ഏറ്റവും വലിയ പവിത്രീകരണം, അതായത് ഏറ്റവും നന്നായിട്ട് ഒരാളെ ശുദ്ധീകരിക്കുന്ന ജ്ഞാനം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണൻ ആ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത്, അതായത് 4ാമത്തെ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത്. എന്നിട്ടും ജ്ഞാനത്തെ ഇത്രയധികം പുകഴ്ത്തിയിട്ട് അദ്ദേഹം പിന്നെയും പറഞ്ഞത് എങ്ങനെയാണ്, അർജുന, ഹേ, അതുകൊണ്ട് എഴുന്നേറ്റ് നീ യുദ്ധം ചെയ്യൂ. മറ്റൊരു വിധത്തിൽ പറഞ്ഞ ജ്ഞാനയോഗമാണ് ശ്രേഷ്ഠമെന്ന് പറഞ്ഞിട്ടും കർമ്മയോഗം പിന്തുടരാനാണ് കൃഷ്ണൻ വീണ്ടും അർജുനനോട് പറഞ്ഞത്. ഇനി മുമ്പിലത്തെ അധ്യായം 5 കർമ്മസന്യാസ യോഗമാണ്. മുമ്പിലത്തെ 3 അധ്യായങ്ങളിൽ കൃഷ്ണൻ കർമ്മയോഗത്തെക്കുറിച്ചും സന്യാസ യോഗത്തെക്കുറിച്ചും സംസാരിച്ചു. എന്നാൽ ഇതിൽ ഏതാണ് ശ്രേഷ്ഠമെന്ന് കൃത്യമാക്കാനാണ് അർജുനൻ ആവശ്യപ്പെടുന്നത്. ജ്ഞാനയോഗം വേണോ കർമ്മയോഗം വേണോ? അർജുനനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കർമ്മയോഗമാണ് ശ്രേഷ്ഠമെന്ന് ഭഗവാൻ പറയുന്നു ഈ അധ്യായത്തിൽ. അതായത് കർമ്മസന്യാസ യോഗം അല്ലെങ്കിൽ സന്യാസം യോഗം എന്ന 5ാമത്തെ അധ്യായത്തിൽ കൃഷ്ണൻ പറഞ്ഞു, ഈ സന്ദർഭത്തിൽ, അതായത് അർജുനന്റെ ഈ മനസ്സിന്റെ ഈ സ്ഥിതിയില് കർമ്മയോഗമാണ് ഏറ്റവും ശ്രേഷ്ഠം. ആ സമയത്തെ ആവശ്യം യുദ്ധം ചെയ്യുക എന്നുള്ളതാണല്ലോ. എന്നാൽ ബേസിക്കലി ഈ കർമ്മയോഗവും ജ്ഞാനയോഗവും എല്ലാം ജ്ഞാനത്തിൽ തന്നെയാണ് അവസാനിക്കുന്നത്. കേവലമായ കർമ്മസന്യാസം, അതായത് സന്യാസ രീതി, കർമ്മങ്ങൾ മാത്രം ഉപേക്ഷിക്കുന്ന സന്യാസ രീതിയും ആത്മാവ് ഒരു കർത്താവല്ല എന്ന അറിവോടുകൂടിയുള്ള ജ്ഞാനകർമ്മ സന്യാസവും തമ്മിലുള്ള വ്യത്യാസമാണ് കൃഷ്ണൻ ഇവിടെ ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. അതുകൂടാതെ അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയിട്ട് കർമ്മയോഗം പിന്തുടരുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും പറഞ്ഞു. ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യണം, ധ്യാനിക്കണം, ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണൻ 5ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ 6ാം അധ്യായത്തിൽ 5ാം അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയ ആ ധ്യാനത്തിനെ വിശദീകരിക്കാനായിട്ടാണ് 6ാമത്തെ ധ്യാനയോഗം അല്ലെങ്കിൽ ആത്മസംയമ യോഗം എന്ന അധ്യായം തുടങ്ങുന്നത്. അതും ഈ ജ്ഞാനം നേടാനുള്ള മറ്റൊരു സാധനയാണ് ഈ ധ്യാനയോഗം അല്ലെങ്കിൽ ഉപാസനായോഗം എന്ന് പറയുന്നത്. കർമ്മയോഗത്തെയും ഉപാസനായോഗത്തെയും കൃഷ്ണൻ ഈ അധ്യായത്തിൽ, അതായത് 6ാം അധ്യായത്തിൽ വീണ്ടും പുകഴ്ത്തി പറയുന്നുണ്ട്. എന്നിട്ട് അവസാനിപ്പിക്കുന്നത്, ആരുടെ മനസ്സാണോ എന്നിൽ, അതായത് ഭഗവാനിൽ ലയിച്ചിരിക്കുന്നത്, ആരാണോ എന്നെ ആരാധിക്കുന്നത്, അവനാണ് യോഗികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞുകൊണ്ട് 6ാം അധ്യായം അവസാനിപ്പിച്ചു. ഇനി 6ാം അധ്യായത്തിലെ അവസാനത്തെ വാക്കുകളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വരും. ഒന്ന്, ഒരാൾക്ക് എങ്ങനെ തന്റെ മനസ്സ് ഈശ്വരനിൽ ലയിപ്പിക്കാൻ കഴിയും? പിന്നെ രണ്ടാമത്തേത്, ഈ പറയുന്ന ഈശ്വരന്റെ സ്വരൂപം എന്താണ്? ഈശ്വരനെ മനസ്സിലാക്കിയാലല്ലേ ഈശ്വരനെ മനസ്സ് അർപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ അർജുനൻ ചോദിച്ചില്ലെങ്കിലും ഒരു നല്ലൊരു ടീച്ചർ എന്ന നിലയ്ക്ക് കൃഷ്ണൻ സ്വയം ഈ ചോദ്യം ഏറ്റെടുത്ത് അതിനെക്കുറിച്ച് വിശദമായ ഉത്തരം നൽകുകയാണ് ചെയ്യുന്നത്. ഇതില് ഈശ്വര സ്വരൂപം വിശദീകരിക്കാനായിട്ട് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും ഈശ്വരനിൽ മനസ്സർപ്പിക്കേണ്ട ഭക്തിയെക്കുറിച്ചുമാണ് കൃഷ്ണൻ ഇവിടെ ഈ അധ്യായത്തിൽ വ്യക്തമാക്കുന്നത്. 4 തരം ഭക്തന്മാരെ കുറിച്ച് വിവരിച്ചതിന് ശേഷം കൃഷ്ണൻ പറയുന്നു, ഇതില് ജ്ഞാനിയായ ഭക്തനാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നും പറഞ്ഞു. പിന്നെ തന്റെ വിഭൂതികളെ കുറിച്ചുള്ള വിവരണവും ഈ ചാപ്റ്ററിൽ കൃഷ്ണൻ ആരംഭിക്കുന്നുണ്ട്. വിശദമായ വിഭൂതി 10ാം അധ്യായത്തിലാണ് വരുന്നതെങ്കിലും ഇവിടെ തൊട്ട് തന്നെ കൃഷ്ണൻ വിഭൂതിയാകും തുടങ്ങുന്നുണ്ട്. ഈശ്വരന്റെ ഈ അപരാ പ്രകൃതികളെ കുറിച്ച് അല്ലെങ്കിൽ സഗുണ നിർഗുണ രൂപങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതുകൊണ്ട് ഈ അധ്യായത്തിനെ ജ്ഞാനവിജ്ഞാന യോഗം എന്നാണ് പറയുന്നത്. എന്നിട്ട് കൃഷ്ണൻ ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് 5 വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ്. അധ്യാത്മം, കർമ്മം, അധിഭൂതം, അധിദൈവം, അധിയജ്ഞം, ഇങ്ങനെ 5 വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണൻ ഈ ചാപ്റ്റർ അവസാനിപ്പിച്ചത്. അപ്പോ ഈ പറഞ്ഞ 5 പുതിയ പദങ്ങൾ അർജുനന് മനസ്സിലായില്ല. അതുകൊണ്ട് അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്
8-ാമത്തെ അധ്യായം പറയുന്നത്. 8-ാമത്തെ അധ്യായത്തില് ഈ പദങ്ങളുടെ അർത്ഥത്തിന് പുറമെ ഭക്തിയെക്കുറിച്ചും നിഷ്കാമ ഉപാസനയെക്കുറിച്ചും കൃഷ്ണൻ കൂടുതൽ വിവരിക്കുന്നുണ്ട്. അതിനുശേഷം 9-ാം അധ്യായത്തിലേക്ക് രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന ഇതിലേക്ക് കടക്കുകയാണ്. അത് കടക്കാൻ കാരണം 7-ാം അധ്യായത്തിൽ കൃഷ്ണൻ അരൂപ ഈശ്വര ധ്യാനത്തെക്കുറിച്ചും അല്ലെങ്കിൽ നിർഗുണ നിരാകാര ഈശ്വര ജ്ഞാനം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അത് മാത്രമാണ് മോക്ഷം നൽകുന്നതെന്നും പറഞ്ഞു. എന്നാൽ 8-ാം അധ്യായത്തിൽ സ്വരൂപ ഈശ്വര ധ്യാനമാണ് അല്ലെങ്കിൽ സഗുണ ഈശ്വര ഉപാസനയാണ് 8-ാം അധ്യായത്തിൽ പറഞ്ഞത്. അതും മോക്ഷത്തിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞു. ഇത് ചിലർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം. അപ്പോൾ അത് നീക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വീണ്ടും അരൂപ ഈശ്വരജ്ഞാനം അല്ലെങ്കിൽ നിർഗുണ നിരാകാര ഈശ്വരജ്ഞാനത്തെക്കുറിച്ച് കൂടുതൽ വിവരിക്കുകയാണ് ഈ 9-ാം അധ്യായത്തിൽ. 7-ാം അധ്യായവും 9-ാം അധ്യായവും ഏതാണ്ട് സിമിലർ ആണ്. പക്ഷേ 9-ാം അധ്യായം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിവരണമാണ്. ഇത്രയും പറഞ്ഞതിന് ശേഷം ഇനി തന്റെ വിഭൂതികൾ എന്തൊക്കെയാണ്, ഇതുവരെ തന്റെ സ്വരൂപം എന്താണെന്ന് പറഞ്ഞു. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്, എവിടെയാണ് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നത്, എന്തിനാണ് ഭഗവാനെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് കാണാൻ പറ്റുന്നത് എന്ന് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ മഹത്വങ്ങൾ അല്ലെങ്കിൽ വിഭൂതികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് 10-ാം അധ്യായം തുടങ്ങിയിരിക്കുന്നത്. അതില് ഭഗവാന്റെ മഹത്വങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ്, എവിടേക്കാണ് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഇപ്പൊ 10-ാം അധ്യായത്തിലും 7 തൊട്ട് 10 വരെയുള്ള അധ്യായങ്ങളിലും ഭഗവാന്റെ വിഭൂതി എന്ന നിലയ്ക്ക് മഹത്വങ്ങൾ, നല്ല കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ലോകത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വെർച്യൂസും ഭഗവാന്റെ തന്നെയാണ് അല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണെന്ന് പറഞ്ഞു. ഇനി വെർച്യൂസ് മാത്രമല്ല, അതിലൊരു ഭയാനകമായ രൂപം കൂടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 11-ാം അധ്യായത്തിൽ വിശ്വരൂപ ദർശന യോഗം തുടങ്ങിയത്. ഇവിടെ വിശ്വരൂപ ദർശന യോഗം ഭഗവാന്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ രൂപമായിട്ടാണ് പറയുന്നതെങ്കിലും അതിൽ സംഹാര രുദ്രനെയാണ് അതിൽ കാണിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ സംഹാരകർത്താവായിട്ടാണ് ഭഗവാൻ സ്വയം വെളിപ്പെടുത്തുന്നത്. അതുകൂടാതെ ഈ പ്രപഞ്ചം എങ്ങനെയാണ് തന്റെ തന്നെ ഒരു ഭാഗമായി മാറുന്നതെന്നും അദ്ദേഹം കാട്ടിക്കൊടുത്തു. അപ്പൊ ഈ 11-ാം അധ്യായത്തോടുകൂടി ഭഗവാന്റെ സ്വരൂപവും ആ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ കാണണം എന്നുള്ള എക്സ്പ്ലനേഷനും മുഴുവൻ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഭക്തിയോഗമാണ് പറയാൻ പോകുന്നത്. നേരത്തെ നമ്മൾ കർമ്മയോഗവും ഉപാസനയോഗവും ജ്ഞാനയോഗവും എല്ലാം പറഞ്ഞു. പക്ഷേ ഇതൊന്നും ഭക്തിയില്ലാതെ പരിശീലിക്കാൻ കഴിയില്ല. ഭഗവാനിലുള്ള ഒരു സമർപ്പണ ഭാവം അല്ലെങ്കിൽ സറണ്ടർ ഇല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഭക്തിയെക്കുറിച്ചാണ് ഈ 12-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത്. 7-ാം അധ്യായത്തിൽ ഭഗവാൻ 3 തലത്തിലാണ് ഭക്തിയെ വിവരിച്ചത്. ആർത്തോ, അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജ്ഞാനി. ആർത്തനും അർത്ഥാർത്ഥിയും ഒന്നാണ്, ജിജ്ഞാസു, ജ്ഞാനി. ഇങ്ങനെ 3 തരത്തിലുള്ള ഭക്തിയെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ഇവിടെ 5 തലത്തിലാണ് പറയുന്നത് ഭക്തി. അവസാനം പരാഭക്തി എന്ന് പറയുന്ന ആ അൾട്ടിമേറ്റ് ലെവല് ജ്ഞാനം തന്നെയാണ് എന്ന് വിശദമായിട്ട് ഇതിൽ പറയുന്നു. ഇനി എന്തുകൊണ്ടാണ് ഭക്തിയെക്കുറിച്ച് പറയാൻ ഇത്രയും താമസിച്ചത്? എന്തിനെങ്കിലും സ്നേഹിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തിനെങ്കിലും ആരാധിക്കണമെങ്കിൽ ആ വസ്തുവിനെ കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണം. നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു വസ്തുവിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഭഗവാന്റെ സ്വരൂപത്തെ കുറിച്ച് പൂർണ്ണമായി വിവരിച്ചതിന് ശേഷം മാത്രമേ ഭക്തിയെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഭക്തിയെക്കുറിച്ച് പറയാൻ ഇത്രയും കാത്തിരുന്നത്. അപ്പോൾ ഇതുവരെ ജീവന്റെ സ്വഭാവവും അല്ലെങ്കിൽ സ്വരൂപവും ഈശ്വരന്റെ സ്വരൂപവും ഭക്തിയും വിശദമായിട്ട് പറഞ്ഞു. ഭഗവത്ഗീത തത്വം അസി, അത് നീ തന്നെയാവുന്നു. അതായത് ജീവാത്മാവാകുന്ന നീ തന്നെയാണ് ഈശ്വരനാകുന്ന പരമാത്മാവ് എന്ന മഹാവാക്യത്തിന്റെ വിശദീകരണമാണ്. അപ്പോൾ 2 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ ഭഗവാൻ ജീവന്റെ സ്വരൂപത്തെ വിവരിച്ചു. 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ ഈശ്വരന്റെ സ്വരൂപവും വിവരിച്ചു. അധ്യായം 13 മുതലാണ് ജീവനും ഈശ്വരനും തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന യഥാർത്ഥ ഉപദേശം ആരംഭിക്കുന്നത്.
ഒരു വ്യക്തിയുടെ സ്വരൂപത്തെയും ദൈവത്തിന്റെ സ്വരൂപത്തെയും വിശകലനം ചെയ്യുകയും രണ്ടിന്റെയും ബേസിക് ആയിട്ടുള്ള സ്വരൂപം ഒന്ന് തന്നെയാണ് എന്ന സത്യം കണ്ടെത്തുകയും ചെയ്യുന്ന ഗീതയിലെ മഹാവാക്യ ഭാഗമാണ് ഈ 13-ാം അധ്യായം. ഈ മഹാവാക്യത്തിനു പുറമെ കൃഷ്ണൻ 20 സദ്ഗുണങ്ങളെ കുറിച്ചും പറയുന്നു. അതായത് 20 വെർച്യൂസിനെ കുറിച്ച്, നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ട വെർച്യൂസിനെ കുറിച്ചും പറയുന്നു. ഇനി 7-ാം അധ്യായത്തിൽ, അതായത് ജ്ഞാനവിജ്ഞാന യോഗത്തിൽ പരാപ്രകൃതി, അതായത് ചേതന തത്വം, സെൻഷ്യൻസി പ്രിൻസിപ്പിൾ, കോൺഷ്യസ്നെസ്, അപരാപ്രകൃതി, ജഡതത്വം അല്ലെങ്കിൽ അചേതനമായിട്ടുള്ള ഇങ്ങനെ 2 തത്വങ്ങളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞിരുന്നു. അതിനെ തന്നെയാണ് ഈ 13-ാം അധ്യായത്തിൽ കൂടുതൽ വിശദീകരിക്കുന്നത്. 14-ാം അധ്യായത്തിൽ വീണ്ടും അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ മഹാവാക്യ വിചാരം തന്നെയാണ് 14-ാം അധ്യായത്തിലും പറയുന്നത്. അത് ഗുണത്രയ വിഭാഗ യോഗമാണ്. പക്ഷേ മറ്റൊരു വ്യൂ പോയിന്റിൽ നിന്നാണ് കാണുന്നത്, മറ്റൊരു വിധത്തിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് പ്രകൃതിയുടെ 3 ഗുണങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകളായ ഗുണത്രയം, സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെയാണ് ഇവിടെ വിവരിക്കുന്നത്. 13-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറഞ്ഞിരുന്നു, ലോകത്തിലെ സകലതും ചരവും അചരവുമായ എല്ലാ വസ്തുക്കളും ക്ഷേത്രവും ക്ഷേത്രത്തിനും തമ്മിലുള്ള സമാഗമം മൂലമാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അതുകൂടാതെ ഒരു ജീവൻ പ്രകൃതിയിൽ ഇരിക്കുന്നതിനാൽ പ്രകൃതിജന്യമായ ഗുണങ്ങളെ അനുഭവിക്കുന്നു എന്നും പറഞ്ഞു കൃഷ്ണൻ. അപ്പോൾ എന്താണ് ഈ ഗുണങ്ങൾ, എന്തുകൊണ്ടാണ് ഈ ഗുണങ്ങളോട് ആസക്തി ഉണ്ടാകുന്നത്, അവ എങ്ങനെയാണ് നമ്മളെ ബന്ധിക്കുന്നത്, അവയിൽ നിന്ന് എങ്ങനെ മോചനം നേടണം എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 14-ാമത്തെ ഗുണത്രയ വിഭാഗ യോഗം തുടങ്ങിയിരിക്കുന്നത്. അതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗുണങ്ങളിൽ നിന്ന് മുക്തനായ ഒരു ജ്ഞാനിയുടെ ലക്ഷണം എന്തെല്ലാമാണ് എന്നെല്ലാം 14-ാം അധ്യായത്തിൽ വിശദമായി പറഞ്ഞു. അതിനുശേഷം ഭക്തിയോടെ ഭഗവാനെ ആരാധിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നവർക്ക് ആദ്യം മാനസിക ശുദ്ധി, അതായത് അന്ധകരണ ശുദ്ധി ലഭിക്കുമെന്നും പിന്നീട് അവർ 3 ഗുണങ്ങളെയും മറികടക്കുമെന്നും അല്ലെങ്കിൽ ഗുണാതീതനാകുമെന്നും പറഞ്ഞിട്ടാണ് കൃഷ്ണൻ 14-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. അവർ ആത്മതത്വത്തെക്കുറിച്ച് വിശദമായി അറിയും, വ്യക്തമായിട്ട് മനസ്സിലാകും എന്ന് പറഞ്ഞിട്ട് 14-ാം അധ്യായം അവസാനിപ്പിച്ചു. പക്ഷേ അപ്പോൾ ഒരു ചോദ്യം വരും, എന്താണ് ഈ ആത്മതത്വം, എന്താണ് ഇതിനെക്കുറിച്ച് അറിയേണ്ടത്? ആ ആത്മതത്വത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് 15-ാമത്തെ പുരുഷോത്തമ യോഗം എന്ന അധ്യായം കൃഷ്ണൻ പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. കാരണം ഉപനിഷത്തിന്റെ സാരസംഗ്രഹമായിട്ട് ആത്മതത്വമാണ് ഇതിൽ വളരെ വിശദമായിട്ട് പറയുന്നത്. സംസാര വർണ്ണന കഴിഞ്ഞിട്ട് ഈ സംസാരത്തിൽ നിന്ന് എങ്ങനെ കരകയറാമെന്നും അതിന് ഈശ്വരനെ എങ്ങനെയാണ് സാക്ഷാത്കരിക്കേണ്ടതെന്നും വിശദീകരിക്കുന്നതാണ് പുരുഷോത്തമ യോഗം. ഇതോടുകൂടി തത്വശാസ്ത്രപരമായ അധ്യായങ്ങളെല്ലാം അവസാനിച്ചു. 15-ാമത്തെ ചാപ്റ്ററോടുകൂടി ബേസിക് ആയിട്ടുള്ള ടീച്ചിങ് എല്ലാം കഴിഞ്ഞു. 16, 17 അധ്യായങ്ങളിൽ ഇതിനുള്ള തയ്യാറെടുപ്പ്, പ്രിപ്പറേഷനെ കുറിച്ചാണ് കൃഷ്ണൻ പറയുന്നത്. 16-ാം അധ്യായത്തില് ദൈവാസുര സമ്പദ് വിഭാഗ യോഗമാണ്. 9-ാം അധ്യായത്തിൽ, അതായത് രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന അധ്യായത്തില് കൃഷ്ണൻ വ്യർത്ഥമായ മോഹങ്ങളും നിഷ്ഫലമായ കർമ്മങ്ങളും പ്രയോജനമില്ലാത്ത അറിവുമുള്ളവർ വിവേകമില്ലാത്തതിനാൽ രാക്ഷസീയവും ആസുരവുമായ പ്രകൃതിയെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകത്തില് ദൈവികമായ സ്വഭാവത്തോടു കൂടി ഉള്ളവരെയും വിശദീകരിച്ചു. അപ്പോ ഈ ആസുരവും രാക്ഷസീയവും ദൈവീയവും ആയിട്ടുള്ള പ്രകൃതി എന്താണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ദൈവാസുര സമ്പദ് വിഭാഗയോഗം എന്ന 16-ാം അധ്യായം പറഞ്ഞത്. അത് പറഞ്ഞതിന് ശേഷം 13-ാം അധ്യായത്തില് കൃഷ്ണൻ ഓരോ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. 3 ഗുണങ്ങളെക്കുറിച്ചും അവ ഓരോന്നും ഒരാളെ എങ്ങനെ ബന്ധിക്കുമെന്നും എന്തുകൊണ്ടാണ് ഗുണങ്ങൾക്ക് അതീതനാകേണ്ടതെന്നും 13-ാം അധ്യായത്തിൽ പറഞ്ഞിരുന്നു. ഇതേ കാര്യം തന്നെ 2, 5, 12, 14 പിന്നെ പോരെങ്കിൽ 16-ാം അധ്യായത്തിലും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ പറഞ്ഞു, അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കുന്നതില് ശാസ്ത്രമാണ് നിനക്ക് അറിവുള്ള മാർഗം, ശാസ്ത്രം അനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ടാണ്
കഴിഞ്ഞ അധ്യായം, അതായത് 16-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അർജുനനൊരു സംശയം തോന്നി. ശാസ്ത്രങ്ങളിൽ അഗാധമായ അറിവില്ലാത്തവരുടെ അവസ്ഥ എന്താവും? ശാസ്ത്രീയമായ ശരിയായ സൂക്ഷ്മ വിവരങ്ങൾ അറിയില്ലെങ്കിലും നല്ല ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടി കർമ്മം ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവന്റെ ഒരു അവസ്ഥ? അവൻ സാത്വികനായിരിക്കുമോ, രാജസികനായിരിക്കുമോ, അതോ താമസിക പ്രവൃത്തിയായിരിക്കുമോ? ഈ ചോദ്യത്തിന് മറുപടിയാണ് കൃഷ്ണൻ 17-ാമത്തെ അധ്യായത്തിൽ ശ്രദ്ധാത്രയ വിഭാഗ യോഗം എന്ന അധ്യായത്തില് ഇതിനെക്കുറിച്ചുള്ള മറുപടിയാണ് പറയുന്നത്. അതോടുകൂടി ആ ടീച്ചിങ് കഴിഞ്ഞു. ഗീതയിൽ ഉടനീളം ഭഗവാൻ സന്യാസം, ത്യാഗം എന്നീ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും ഭഗവാൻ സന്യാസത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും പറയുന്നുണ്ട്. രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടും ബേസിക്കലി ഒരേ അർത്ഥം തന്നെയാണ്. ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ് രണ്ടിനും ഉള്ളത്. പക്ഷെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇത് അർജുനെ ആശയക്കുഴപ്പത്തിലാക്കി. അർജുനൻ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് മറുപടി നൽകാനും പിന്നെ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഒരു സംഗ്രഹമായിട്ട് വീണ്ടും ഒന്നുകൂടെ സമ്മറൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് മോക്ഷ സന്യാസ യോഗം എന്ന 18-ാം അധ്യായം തുടങ്ങിയത്. അവിടെ ഈ ഉപദേശങ്ങൾ മുഴുവൻ സംഗ്രഹിച്ചതിന് ശേഷം കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. നീ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ആലോചിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അർജുനന്റെ സകല സംശയങ്ങളും മാറി. അർജുനൻ പറയുന്നു, നഷ്ടോ മോഹ സ്മൃതിൽ ലബ്ധ ത്വത് പ്രസാദാത്മയാച്യുത സ്ഥിതോസ്മി ഗത സന്ദേഹ കരിഷ്യേ വചനം തവ. ഹേ അച്യുത, അവിടുത്തെ പ്രസാദം കൊണ്ട് എൻ്റെ മോഹം നഷ്ടമായി, എൻ്റെ കൺഫ്യൂഷൻ പോയി, എനിക്ക് ബോധമുണ്ടാവുകയും ചെയ്തു. ഞാൻ യാതൊരു സംശയങ്ങളും ഇല്ലാത്തവനായി അവിടുത്തെ വാക്കു പാലിക്കുവാൻ തയ്യാറായി നിൽക്കുകയും. അപ്പോൾ ഇതാണ് ഭഗവത്ഗീതയുടെ ഒരു റോഡ് മാപ്പ്, ഒരു നട്ട്ഷെൽ. സമയപരിമിതി മൂലം വളരെ ചുരുക്കമായിട്ടാണ് ഓരോ അധ്യായത്തിലെയും കണ്ടൻസ് പറഞ്ഞത്. ഇത് കൂടുതലായി ഈ ഭാഗത്തിന്റെ PDF-ൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാം. അതിനകത്ത് ഓരോ അധ്യായത്തിലെയും കണ്ടൻസിനെ കുറിച്ചും പിന്നെ കുറച്ച് റെഫറൻസും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് അത് കാണുക. ഇനി ഓരോ അധ്യായങ്ങളുടെയും ചെറിയ ചെറിയ സമ്മറി ചുരുക്കത്തിൽ നമുക്ക് അടുത്ത ഓരോ ഭാഗങ്ങളായിട്ട് കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.